പ്രിയമുള്ളവരെ, ഹിന്ദു ഏകതാ സമ്മേളനം എന്ന് പറയുന്ന 86,000 ഇന്ത്യ രാജ്യത്ത് 86,000 വാർഡുകളിൽ നടത്തണോ എന്നാണ് ഹിന്ദു ഐക്യവേദി പറയുന്നത്. എന്നാൽ ഹിന്ദു ഐക്യവേദി എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇന്ത്യയിൽ മൊത്തം ഉണ്ട്. എന്നാൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇവരൊന്നും പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്ന് പറഞ്ഞാൽ ഇവർ വർഗീയത മാത്രമാണ് ഇവർക്ക് കൈമുതൽ. വർഗീയത കൊണ്ടൊന്നും വയറ് നിറയില്ല. ജനങ്ങൾ പട്ടിണി പാവങ്ങൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ പണിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരു സംവിധാനം ചെയ്യാതെ, ബജറ്റിൽ പണം വയ്ക്കാതെ വോട്ട് തട്ടാൻ വേണ്ടി ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്നതിൽ യാതൊരു ഇതുമില്ല. അപ്പോൾ അത് പ്രോത്സാഹനം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ബജറ്റിൽ 2026 ഈ ബജറ്റിൽ ഫെബ്രുവരി തുടക്കത്തിൽ വെച്ച ബജറ്റിൽ ഒരു പൈസ പോലും കേരളത്തിന് വേണ്ടിയിട്ട് വച്ചിട്ടില്ല. ഇവർ വയ്ക്കുന്നത് ബീഹാറും ആന്ധ്രാപ്രദേശും എന്ന 2 സ്റ്റേറ്റുകൾക്ക് വേണ്ടി മാത്രമാണ്. അവിടെ നിന്ന് 400 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദിയും അമിത്ഷായും 240 സീറ്റിൽ ഒതുങ്ങി. BJP 32 സീറ്റ് പുറത്തുനിന്ന് വരണം. അപ്പോൾ ബീഹാറും ആന്ധ്രാപ്രദേശും ഇല്ലെങ്കിൽ BJP കേന്ദ്രം ഭരിക്കില്ല എന്നുള്ളത് സത്യമാണ്. പിന്നെ രാഹുൽ ഗാന്ധിനെ കുറ്റം പറയാനൊന്നും ഇവർക്ക് അവകാശമില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം 400 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ് പത്രമാധ്യമങ്ങളും എല്ലാം ഇവർക്ക് അനുകൂലമായി പറഞ്ഞിട്ടും ഇപ്പോൾ വോട്ട് തട്ടിപ്പിൽ കൂടെ, വോട്ട് ചോരിയിൽ കൂടെ കള്ളത്തരം കാണിച്ച് വോട്ട് നേടുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. ഇവിടെ പാവപ്പെട്ടവരായ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികൾക്കും എല്ലാവർക്കും കൂടിയിട്ട് അവർ പറഞ്ഞത്, നേരത്തെ നരേന്ദ്രമോദി പറഞ്ഞത് 50 रुपीस का पेट्रोल डीजल मिलेगा എന്ന് പറഞ്ഞു. 50 रुपीस പെട്രോൾ ഡീസൽ മിലേഗ എന്ന് പറയുമ്പോൾ 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുന്നതാണ് 1 ലിറ്റർ പെട്രോളിന്. ഇപ്പോൾ 1 ലിറ്റർ പെട്രോളിന് 106 രൂപ കൊടുക്കണം. കേരളത്തിൻ്റെ ഒരു സബ്സിഡി വേറെ 2 രൂപ അത് വേറെ കൂട്ടി പിന്നെ പെൻഷൻ കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് കേരളക്കാർ ഒരു ബുദ്ധിമുട്ടിക്കൽ വേറെ, പിണറായി വിജയൻ്റെ ബുദ്ധിമുട്ടിക്കൽ വേറെ, ഇവരുടെ ബുദ്ധിമുട്ട്. ഇവർ നേരത്തെ പെട്രോൾ ഡീസൽ വില 1 രൂപ കൂട്ടിയപ്പോൾ 1 രൂപ 70 പൈസ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ, മറ്റേ മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ കൂട്ടിയപ്പോൾ അത് ഇവർ കോൺഗ്രസ്സുകാർ ഇവിടെ നാടിനെ മുടിക്കുകയാണ് എന്ന് പറഞ്ഞ് പിന്നെ കാളവണ്ടി ഓട്ടം നടത്തുകയും തിരുവനന്തപുരത്ത് പിന്നെ ഒക്കെ ചെയ്ത് അധികാരത്തിൽ വന്ന പാർട്ടി പിന്നെ വന്ന ഉടനെ 108 രൂപയാണ്. അന്ന് $1 $140. ഒരു ഡോളർ പറയുന്നത് 140 രൂപയാണ്. ഇന്ന് വേറെ 50 താഴെയാണ് $1. അപ്പോൾ എത്ര 30 രൂപയ്ക്ക് 40 രൂപയ്ക്ക് കിട്ടുന്ന പെട്രോൾ ഡീസലാണ് അതിനെടുത്തിട്ട് 108 രൂപയ്ക്ക് വിൽക്കുന്നത്. 50 രൂപേൻ്റെ താഴെ കിട്ടുന്ന പെട്രോൾ ഡീസലാണ്. ഇവർ പറഞ്ഞത് ഏതാ നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതി? തൊഴിലുറപ്പ് പദ്ധതി കോൺഗ്രസ് കൊണ്ടുവന്നു. അത് മഹാത്മാഗാന്ധി പദ്ധതി, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു. അതിനെ ഇല്ലാതാക്കി അവരുടെ പേരിൽ BJPക്കാരുടെ പേരിലാക്കി എല്ലാ മേഖലയും തനിക്കാക്കി വടക്കാക്കുന്ന പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ശബ്ദിക്കുന്നതിന് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും കോൺഗ്രസ്സിന് അണിചേരണമെന്നും UDFനോടൊപ്പം നിൽക്കണമെന്നും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടും നമ്മുടെ ഇവിടെ ഹിന്ദു ഐക്യവേദി പറയുന്ന സംവിധാനം വെറും തട്ടിപ്പാണ്, ഭൂലോക തട്ടിപ്പാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കുറച്ച് വോട്ട് ഇവർക്ക് കിട്ടി. തിരുവനന്തപുരം മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പാലക്കാടും നിലനിർത്തി. അപ്പോൾ അത് ഇനി കേരളത്തിൽ ഇവർക്ക് വോട്ട് കിട്ടില്ല. BJP ഒരു MLA ജയിക്കണമെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾ വോട്ട് ചെയ്യണം. കാരണം അതിനുവേണ്ടി ഒരു നയാ പൈസ വയ്ക്കാത്ത BJPക്കാരാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്നത്. അത് തെറ്റായ കീഴ്വഴക്കമാണ്, നടപടിയാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മുടെ MLAക്ക് സ്ഥാനാർത്ഥിക്ക് നിൽക്കുന്നുണ്ട്. എല്ലാവരും വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുക. കൈ അല്ലെങ്കിൽ TV ആയിരിക്കാം. കൈ ചിഹ്നം കിട്ടുകയാണെങ്കിൽ കൈ ചിഹ്നത്തിൽ മത്സരിക്കാം, TV ആണെങ്കിൽ TV മത്സരിക്കാം. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ജനങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അയിലൂർ പഞ്ചായത്ത് തിരുവഴിയാടിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ റോഡ് ഇപ്പോൾ പൊളിഞ്ഞു കിടക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് നേരെയാക്കുന്നതിനുള്ള നടപടി, നമ്മാറ ഒലിപ്പാറ റോഡ് നന്നാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി താഴ്മയോട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഇവിടെ ഇത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നിവയുണ്ട്. ഇതെല്ലാം ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്.